നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവിടെ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ വരികയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. ഇതുവഴി ടെമ്പിൾ ടൂറിസം എല്ലാം വലിയ രീതിയിൽ ഭാവിയിൽ ഇന്ത്യക്ക് ഒരു വരുമാന മാർഗമാകും എന്നുള്ള റിപ്പോർട്ടുകളും മറ്റു പുറത്തു വരുന്നതിനിടയിലാണ് മറ്റൊരു ക്ഷേത്ര തർക്കം കൂടെ ഇവിടെ ചർച്ചയാവുകയാണ്. ജ്ഞാൻവാപി തർക്ക പ്രദേശവുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. കേസിലെ പരാതിക്കാരുടെ അഭിഭാഷകനായ വിഷ്ണു ശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത്. സർവേ റിപ്പോർട്ടിന്റെ കോപ്പി കൈവശം ലഭിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അഭിഭാഷകൻ. ക്ഷേത്രത്തിന്റെ തന്നെ തൂണുകളും മറ്റും ചെറിയ മാറ്റങ്ങൾ വരുത്തി മസ്ജിദിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നെന്നും സർവേയിൽ പറയുന്നുണ്ടെന്ന് അഭിഭാഷകൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇരുവിഭാഗങ്ങൾക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടത്. നിലവിലുള്ള നിർമ്മിതി മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചത് എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ദേവനാഗിരി, തെലുങ്ക്, കന്നഡ ലിപികളിലാണ് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയത്. പള്ളിയുടെ പടിഞ്ഞാറെ ചുമര് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ജ്ഞാൻവാപി നിലനിൽക്കുന്ന മസ്ജിദിന്റെ തൂണുകളും മറ്റു സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നു. തൂണുകളിലും മറ്റും ഹിന്ദു ക്ഷേത്രങ്ങളുടേതിന് സമാനമായ കുത്തുപണികൾ ഉണ്ടായിരുന്നെന്നും അവ രൂപമാറ്റം വരുത്തിയ ശേഷം പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയായിരുന്നെന്നും സർവേ പറയുന്നു. മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ഹിന്ദു ദേവതകളുടെ ശിലകളും കൊത്തുപണികളുമുള്ള വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതായി വിവരമുണ്ട്. ഇതിന്റെയൊക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പൊട്ടിയ ശിവലിംഗങ്ങളും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കോയിനുകളും ലിഖിതങ്ങൾ കൊത്തിയിട്ടുള്ള ശിലകളും കണ്ടെത്തിയിട്ടുണ്ട്. 839 പേജുള്ള റിപ്പോർട്ടിൽ നിരവധി തെളിവുകൾ ഉണ്ടെന്നാണ് ഹൈന്ദവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കുന്നത്. അതേസമയം അയോധ്യ ഒരു വലിയ രീതിയിൽ തന്നെ ഇവിടെ ചർച്ചയായി നിൽക്കുന്ന നിമിഷമാണ്. ആ ഒരു ക്ഷേത്രം നിർമ്മിച്ച സംഭവത്തിൽ പാകിസ്ഥാൻ കടുത്ത അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിലെ ഇസ്ലാമിക് പൈതൃക കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് UNലെ പാകിസ്ഥാൻ അംബാസഡർ മുനീർ അക്രം ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയത്. OICയിലെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് സംഭവം. നേരത്തെ അയോധ്യയിലെ ക്ഷേത്രത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയോടനുബന്ധിച്ച് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദ് 1992 ഡിസംബർ 6 ഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടം തകർത്തതായി പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഈ സംഭവത്തിന് ഉത്തരവാദികളായവരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഉൾപ്പെടെ വെറുതെ വിട്ടതും അതേ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് അംഗീകാരം നൽകിയതും അപലപനീയമാണെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഇന്ത്യയിലെ പള്ളികൾ തകർക്കാനുള്ള ശ്രമങ്ങളെയും മതപരമായ വിവേചനത്തെയും സൂചിപ്പിക്കുന്നുവെന്നാണ് കത്തിൽ മുനീർ അക്രം ചൂണ്ടിക്കാണിക്കുന്നത്. വിഷയം ബാബറി മസ്ജിദിന് അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞുവെന്നും ഇന്ത്യയിലെ മറ്റു പള്ളികളും സമാനമായ ഭീഷണി നേരിടുന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലെന്ന് മുനീർ അക്രം പറഞ്ഞു. വാരണാസിയിലെ ജ്ഞാൻവാപി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാ മസ്ജിദ് എന്നിവയുൾപ്പെടെയുള്ള മറ്റു പള്ളികളും നശീകരണ ഭീഷണി നേരിടുന്നുണ്ടെന്നും പ്രസ്തുത കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.